സന്ധ്യാനേരമായാൽ നിലവിളക്ക് തെളിയിക്കാത്ത വീടുകളുണ്ടാവില്ല അല്ലേ? നെഗറ്റിവിറ്റി ആയ ഇരുട്ടിനെ മാറ്റി പോസിറ്റിവിറ്റി ആയ വെളിച്ചം കൊണ്ടുവരിക എന്നാണ് നിലവിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നിലവിളക്ക്. വെറും ഒരു വഴിപാട് പോലെ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കാതെ ഈ നിലവിളക്ക് കത്തിക്കുന്നതിന് ചില ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് നിലവിളക്ക്, നിലവിളക്കിന്റെ മഹത്വം എന്താണ് അതിന്റെ സങ്കല്പം എന്ന് നോക്കാം. നിലവിളക്കിന്റെ അടിഭാഗത്തെ ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. നടുവിലെ ഭാഗം, അതായത് തണ്ട്, മഹാവിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത്. മുകൾ ഭാഗം മഹാദേവനെ, തിരിയുടെ നാളം ലക്ഷ്മി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. തിരിയുടെ പ്രകാശമാകട്ടെ സരസ്വതി ദേവിയെ, നാളത്തിന്റെ ചൂട് പാർവതി ദേവിയെ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദേവീ ദേവന്മാരുടെയും നിലകൊള്ളുന്ന ഒരു ഇടമാണ് നിലവിളക്ക്. ആ നിലവിളക്കിനെ നമ്മൾ അത്രയും ശുദ്ധിയോടെ, അതായത് ശരീരത്തിന്റെയും മനസ്സിന്റെയും അത്രയും ശുദ്ധിയോടെ വേണം നമ്മൾ പരിപാലിക്കാൻ. നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലം, അവിടം തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചിട്ട് വേണം നിലവിളക്ക് തെളിയിക്കാൻ. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിലവിളക്ക് വെറും തറയിൽ വയ്ക്കാറില്ല. പകരം ഒരു പീഠത്തിലോ തട്ടത്തിലോ വച്ച് ആണ് നിലവിളക്ക് കൊളുത്താറ്. ഇതെന്തുകൊണ്ടായിരിക്കും? അതായത് ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വെറും നിലത്ത് വയ്ക്കാതെ തട്ടത്തിലോ പീഠത്തിലോ വച്ച് നിലവിളക്ക് തെളിയിക്കുന്നത്. ഈ നിലവിളക്ക് ഓട്, വെള്ളി, പിച്ചള, ചെമ്പ്, സ്വർണം എന്നീ വിശേഷപ്പെട്ട ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അത്യുത്തമം. അതുപോലെ വളരെയധികം അലങ്കാരപ്പണികളും കൊത്തുപണികളും ഒന്നുമില്ലാത്ത ഒരു സാധാരണ വിളക്കാണ് നല്ലത്. നിലവിളക്കിന് മുൻപിൽ ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പുഷ്പങ്ങൾ, ചന്ദനത്തിരി ഇവയെല്ലാം വയ്ക്കുന്നത് അത്യുത്തമമാണ്. നമ്മൾ ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിലെന്തെങ്കിലും രീതിയിലുള്ള അശുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒക്കെ വരുത്തിയിട്ട് വേണം നിലവിളക്ക് കൊളുത്താൻ എന്ന് പറയുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ നിലവിളക്കിനെ ദിനവും കഴുകി വൃത്തിയാക്കി മിനുക്കി നിലവിളക്ക് തെളിയിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശവും ഇതുതന്നെയാണ്.